നമസ്കാരം. വിശാഖം, നാലാം പാദം, അനീഴം, തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച വൃശ്ചിക കൂറുകാർക്ക് ഈ 2026 മാർച്ച് മാസം നിങ്ങൾക്കൊരു സാധാരണ സമയമല്ല. ഒരു വശത്ത് എന്തെന്നില്ലാത്ത മാനസിക സമ്മർദ്ദമാണ്, മറുവശത്ത് ജീവിതം മാറ്റിമറിക്കുവാൻ പോകുന്ന വലിയ അവസരങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ മാസം ഇത്രയും വലിയൊരു ആശയക്കുഴപ്പം നിങ്ങൾക്ക് വരുന്നതെന്നാൽ, സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി ഈ മാസം മാറുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് മാർച്ച് 11 ശേഷം സംഭവിക്കുവാൻ പോകുന്ന ആ ഒരു മാറ്റം അതെന്താണെന്നും, സാമ്പത്തികം, തൊഴിൽ, കുടുംബം എന്നീ മേഖലകളിൽ ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്നും നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ മാസം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നതെന്നാൽ, വൃശ്ചിക രാശിയുടെ അധിപനായ ചൊവ്വ ഈ മാസം നിങ്ങളുടെ 4ാം ഭാവത്തിലാണ്. ഒപ്പം സൂര്യൻ, ബുധൻ, രാഹു എന്നീ ഗ്രഹങ്ങളും ഒത്തുചേരുന്നുണ്ട്. വീട്, കുടുംബം, സമാധാനം, വാഹനം എന്നിവയുടെ ഭാവമാണ്. അധികാരത്തിന്റെ സൂര്യനും ബുദ്ധിയുടെ ബുധനും അപ്രതീക്ഷിത മാറ്റങ്ങളുടെ രാഹുവും രാശിനാഥനൊപ്പം ചേരുമ്പോൾ അത് നിങ്ങളുടെ അടിസ്ഥാന ജീവിതത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാമെങ്കിലും വലിയ മാറ്റങ്ങൾക്കുള്ള ഒരു അടിത്തറ ഇവിടെയാണ് രൂപപ്പെടുന്നത്. കുട്ടികൾ, പ്രണയം, ബുദ്ധി, സൃഷ്ടിപരമായ കഴിവുകൾ എന്നിവയുടെ ഭാവമായ 5ാം ഭാവത്തിൽ ശനിയും ശുക്രനുമാണ് നിൽക്കുന്നത്. ശനി കാര്യങ്ങൾ അല്പം വൈകിപ്പിക്കുമെങ്കിലും വലിയ സ്ഥിരത നൽകുന്ന ഭാവമാണ്. ശുക്രന്റെ സാന്നിധ്യം ക്രിയേറ്റീവ് മേഖലകളിൽ വലിയ നേട്ടങ്ങളൊക്കെ നൽകുകയും ചെയ്യും. മാറ്റങ്ങളുടെയും അപ്രതീക്ഷിത സംഭവങ്ങളുടെയും ഭാവമായ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മാർച്ച് 11 ശേഷം വക്രഗതി മാറി നേർരേഖയിലാകുന്ന സമയമാണ്. ഈ സമയത്തെ, അതായത് ഈ മാസത്തെ ഏറ്റവും വലിയൊരു മാറ്റമാണിത്. മുൻകാല തീരുമാനങ്ങൾ വിലയിരുത്തുവാനും തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ഒരു മാറ്റം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് ജോലിയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാമെങ്കിലും ആത്മീയപരമായ ചിന്തകളും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തതയും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. മാർച്ച് മാസത്തിന്റെ ആദ്യ പകുതി തൊഴിൽ രംഗത്ത് അല്പം ആശയക്കുഴപ്പങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും സാധ്യതയുള്ള ഒരു സമയമാണ്. 4ാം ഭാവത്തിലെ ശക്തമായ ഗ്രഹസംയോഗം അത് നിങ്ങളുടെ ജോലിയുടെ ഭാരം പെട്ടെന്ന് കൂടുക, സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക, മേലധികാരികളുടെ അമിത പ്രതീക്ഷകൾ എന്നിവ നിങ്ങളെ അല്പം അലോസരപ്പെടുത്തുന്നത് തന്നെയാണ്. എന്നാൽ ഇതൊരു താൽക്കാലിക കാര്യം മാത്രമാണ്. ഇവിടെ നിങ്ങൾ ക്ഷമയോടെ നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8ാം ഭാവത്തിലെ വ്യാഴം വക്രഗതി മാറി നേർരേഖയിലാകുന്നതോടെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങുന്ന സമയമാണ്. പല ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി നിങ്ങൾ നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്നതുമായ ആ ഒരു വലിയൊരു അവസരം അപ്രതീക്ഷിതമായി തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും നിലവിലെ ജോലിയിൽ നിന്ന് മികച്ചൊരു കമ്പനിയിലേക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർക്കും മാർച്ച് മാസത്തിന്റെ 2ാം പകുതി ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഇന്റർവ്യൂകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ മാർച്ച് മാസത്തിന്റെ 2ാം പകുതിയാണ് ഏറ്റവും ഗുണകരമായി നിൽക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുതിയ ചുമതലകളും അനുകൂലമായ സ്ഥലമാറ്റവും ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. സ്വകാര്യ മേഖലയിലുള്ളവർക്ക് കമ്പനിയുടെ പ്രധാനപ്പെട്ട പുതിയ പ്രോജക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുവാൻ അവസരം വന്നു ചേരുകയും അതുവഴി നിങ്ങളുടെ സ്വന്തം കഴിവ്, നിങ്ങളുടെ ആ ഒരു എബിലിറ്റി നിങ്ങളുടെ മേലധികാരികൾക്ക് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു അനുകൂലമായ സാഹചര്യവും സംജാതമാവുകയും ചെയ്യും. രാഹുവിന്റെ അനുകൂലമായ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ വിദേശ ജോലിക്കുള്ള അവസരങ്ങളും ഉണ്ട്. നിങ്ങൾ മുൻപ് നൽകി മറന്നുപോയ അപേക്ഷകൾ അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന അപേക്ഷകളുടെ മറുപടി ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ വിസ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതിയൊക്കെ വരുന്നതാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ചില ദിവസങ്ങളിൽ മന്ദഗതി അനുഭവപ്പെടുമെങ്കിലും ശുക്രന്റെ സ്വാധീനം ഇവിടെ തുണയായി നിൽക്കുന്നുണ്ട്. IT, മീഡിയ, മാർക്കറ്റിംഗ്, ഓൺലൈൻ ബിസിനസ്, അതുപോലെ ഡിസൈനിങ് പോലുള്ള ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്ക് പുതിയ ക്ലയന്റുകളൊക്കെ ലഭിക്കുവാനും സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കുവാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പരമ്പരാഗതമായി കൊണ്ടുവരുന്ന ബിസിനസ് തന്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി പുതിയ രീതിയിലുള്ള ആശയങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നത് ഈ ഒരു സമയത്ത് അനുകൂലമായി ഭവിക്കുന്നതാണ്. ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു സമ്മിശ്രമായ ഫലമാണ് കാത്തിരിക്കുന്നത്. പണം കൃത്യമായി കൈകളിൽ വന്നു ചേരുമെങ്കിലും അതിനനുസരിച്ച് അപ്രതീക്ഷിതമായ ചിലവുകളും വർദ്ധിക്കുന്ന ഒരു സമയമാണ്.
നിങ്ങളുടെ 4-ാം ഭാവത്തിൽ നടക്കുന്ന ശക്തമായ ഗ്രഹസംയോഗം പ്രധാനമായും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പണം ചെലവാക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഒരു മികച്ച ഫിനാൻഷ്യൽ അഡ്വൈസറെ പോലെയാണ് ഈ മാസം നിങ്ങളെ സഹായിക്കുന്നത്. പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ ഭാവിയിലേക്കുള്ള ദീർഘകാല സാമ്പത്തിക പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ ഇതിലും നല്ലൊരു സമയം നിങ്ങൾക്ക് ഇല്ല. അതായത് മാർച്ച് മാസത്തിന്റെ 2-ാം പകുതിക്ക് ശേഷം മ്യൂച്വൽ ഫണ്ടുകൾ, ഭൂമി, സ്വർണം, അതുപോലെ പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ എന്നിവയിൽ വളരെ സാവധാനത്തിൽ എന്നാൽ സുരക്ഷിതമായ നിക്ഷേപങ്ങൾ നടത്തുവാൻ ഈ സമയം അനുയോജ്യമാണ്. ആദ്യത്തെ 10 ദിവസങ്ങളിൽ സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകളോ പണത്തിന് കാലതാമസമോ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ മാർച്ച് 11 ശേഷം വ്യാഴത്തിന്റെ അനുകൂലമായ ഒരു സ്ഥിതി കൊണ്ട് ഈ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആർക്കെങ്കിലും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാനോ ബാങ്ക് ലോണുകൾ പാസ്സാകുവാനോ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഫണ്ടുകൾ കൈകളിൽ വന്നു ചേരുവാനോ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ വരവും ചെലവും ഒരുപോലെ നിൽക്കുന്ന ഒരു മാസമായതിനാൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും നീങ്ങിയാൽ നിങ്ങൾക്ക് വലിയ പ്രതിസന്ധികളില്ലാതെ ഈ മാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി നമ്മൾ കുടുംബം, പ്രണയം, ദാമ്പത്യം ഈ 3 കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ക്ഷമയും വിട്ടുവീഴ്ചയും വേണ്ട ഒരു മാസമാണ്. ഈ മാസം നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ഗ്രഹങ്ങളുടെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും അല്പം ശ്രദ്ധ ആവശ്യവുമാണ്. വീടിനെയും കുടുംബ സമാധാനത്തെയും സൂചിപ്പിക്കുന്ന 4-ാം ഭാവത്തിൽ 4 ഗ്രഹങ്ങളുടെ ശക്തമായ സംയോഗം നടക്കുകയാണ്. ഇതിന്റെ ഫലമായും കുടുംബത്തിൽ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വാക്കുതർക്കങ്ങൾക്കും ഇടയുണ്ട്. അതുപോലെ നിങ്ങളുടെ മാതാവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ ഒരൽപ്പം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. വിവാഹിതരായ വൃശ്ചിക രാശിക്കാർ ഈ മാസം പങ്കാളിയുടെ മാനസിക അവസ്ഥ ഒന്ന് മനസ്സിലാക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം പങ്കാളിക്ക് ചെറിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പരസ്പരം കുറ്റപ്പെടുത്താതെ ശാന്തമായി കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുവാൻ നിങ്ങൾ മുൻകൈയെടുക്കേണ്ടതുണ്ട്. മാർച്ച് 11 ശേഷം വ്യാഴം നീർരേഖയിലാകുന്നതോടെ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ കുറഞ്ഞു വന്ന് മാസാവസാനം നല്ല രീതിയിൽ കുടുംബാന്തരീക്ഷം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പ്രണയകാര്യങ്ങളെ സൂചിപ്പിക്കുന്ന 5-ാം ഭാവത്തിൽ ശനിയും ശുക്രനും ഒന്നിച്ചാണ് നിൽക്കുന്നത്. പ്രണയകാരകനായ ശുക്രൻ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നിലവിലെ പ്രണയബന്ധങ്ങളൊക്കെ കൂടുതൽ മനോഹരമാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ്. പുതിയ പ്രണയബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ശനിയുടെ ഒരു സ്വാധീനമുള്ളതിനാൽ ബന്ധങ്ങളിൽ കൂടുതൽ ഗൗരവവും ആത്മാർത്ഥതയും വേണ്ടി വരുന്ന ഒരു സമയം കൂടെയാണ്. കേവലം ഒരു നേരം പോക്കിനായുള്ള ബന്ധങ്ങൾക്ക് ഈ മാസം അത്ര നിലനിൽപ്പുണ്ടാകില്ല. പകരം യഥാർത്ഥ പ്രണയബന്ധങ്ങളൊക്കെ വിവാഹത്തിലേക്ക് കടക്കുവാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ ഈ സമയം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി ആരോഗ്യകാര്യത്തിലേക്ക് വന്നാൽ ഈ മാസം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ജാതകത്തിലെ 4-ാം ഭാവം എന്നത് ശാരീരിക സുഖത്തെയും മാനസിക സമാധാനത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ 4 ഗ്രഹങ്ങൾ ചൊവ്വ, സൂര്യൻ, ബുധൻ, രാഹു ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് നിങ്ങളുടെ ഉറക്കത്തെയും സ്വസ്ഥതയും ബാധിക്കുന്നതാണ്. അമിതമായ ചിന്തകൾ കാരണം മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, തലവേദന അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്നിവയ്ക്ക് ഈ മാസം സാധ്യതയേറെയാണ്. പ്രത്യേകിച്ച് ഇത് മാർച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിലാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ശരീരത്തിനും അതുപോലെ മനസ്സിനും മതിയായ ഒരു വിശ്രമം നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ആഹാരക്രമങ്ങളിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ നിങ്ങളുടെ ദിനചര്യകളിൽ വരുന്ന മാറ്റങ്ങളുമാണ്. ശരീരഭാരമൊക്കെ കൂടുവാൻ സാധ്യതയേറെയുള്ള ഒരു മാസമാണ്. ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളോ യോഗയോ ഒക്കെ ശീലിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് അതിജീവിക്കുവാൻ വലിയൊരു ഊർജം നൽകുന്നതാണ്. മാർച്ച് പകുതിക്ക് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു മാർച്ച് 20 ശേഷം ആരോഗ്യകാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഒരു അലസത ഈ മാസം നിങ്ങളിൽ ഉണ്ടാകും. പക്ഷേ അതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല റിസൾട്ട് ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഒരല്പം കൂടി ഏകാഗ്രത ആവശ്യമായ ഒരു സമയമാണ്. ആദ്യമൊക്കെ പഠിക്കുവാൻ ഇരിക്കുമ്പോൾ ശ്രദ്ധയൊക്കെ ഒന്ന് മാറിയേക്കാം. പക്ഷെ നിങ്ങളതിൽ വിഷമിക്കേണ്ടതില്ല. മാർച്ച് 11 ശേഷം വ്യാഴം നീർരേഖയിലാകുന്നതുകൂടി നിങ്ങളുടെ ആ അശ്രദ്ധയൊക്കെ ഒന്ന് മാറി
കൂടുതൽ കോൺസെൻട്രേഷൻ ലഭിക്കുന്ന ഒരു മാസവുമാണ്. പൊതുവായി ഒന്ന് നോക്കിയാൽ വിശാഖം നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്തെ ആശയവിനിമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക, അതുപോലെ പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറന്നു കിട്ടുന്നതാണ്. അനിഴം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കുടുംബകാര്യങ്ങൾക്കും മാതാവിന്റെ ആരോഗ്യത്തിനും മുൻഗണന നൽകേണ്ടി വരുന്ന ഒരു മാസമാണ്. തൊഴിൽ രംഗത്ത് വലിയ പരിശ്രമമൊക്കെ വേണ്ടി വരുന്ന ഒരു മാസമാണെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായും അതിന്റെ നേട്ടങ്ങൾ വരുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ അനാവശ്യമായ ചിലവുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ക്രിയേറ്റീവായ ആശയങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലോ അതുപോലെ ജോലിയിലോ വലിയ സാമ്പത്തിക നേട്ടങ്ങളും സമ്മാനിക്കും. ഇനി നമുക്ക് ഈ മാസത്തിലെ ഓരോ ആഴ്ചയും ഒന്ന് പരിശോധിച്ചാൽ മാർച്ച് 1 മുതൽ 10 വരെ ഈ സമയം ഒരൽപ്പം മാനസിക സമ്മർദ്ദമുണ്ടാകുന്ന കാലഘട്ടമാണ്. പെട്ടെന്നുള്ള ചിലവുകളും ജോലിസ്ഥലത്തെ ആശയക്കുഴപ്പങ്ങളും നിങ്ങളെ അലട്ടുന്നതാണ്. നിങ്ങൾ ഒരിക്കലും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുക. മാർച്ച് 11 മുതൽ 20 വരെയുള്ള സമയം, അതായത് മാർച്ച് 11 മുതൽ വ്യാഴം നേർരേഖയിലാകുന്നതാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുക തന്നെ ചെയ്യും. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതാണ്. പുതിയ തൊഴിലവസരങ്ങളും സാമ്പത്തികമായ നേട്ടങ്ങളും ഈ ആഴ്ച നിങ്ങളെ തേടിയെത്തും. മാർച്ച് 21 മുതൽ 31 വരെയുള്ള സമയം നിങ്ങൾ ചെയ്ത പരിശ്രമത്തിന്റെ ഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ്. വിദേശയാത്രകൾ, വിസ കാര്യങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമായ ഒരു സമയമാണ്. കുടുംബത്തിൽ സമാധാനം തിരികെ ലഭിക്കുന്ന ഒരു സമയം കൂടെയാണ്. ഈ മാസത്തെ ഗ്രഹസ്ഥിതി പ്രകാരം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കിയെടുക്കുവാൻ ചൊവ്വാഴ്ചകളിൽ നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. മാർച്ച് 11 ശേഷം ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച മഹാവിഷ്ണു ഭഗവാനെ തൃക്കൈ വെണ്ണ വഴിപാട് സമർപ്പിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതാണ്. ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രത്യേകമായ പൂജകളിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതുമാണ്. അപ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് 2026 മാർച്ച് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് അടിത്തറയിടുന്ന ഒരു സമയമാണ്. മാസത്തിന്റെ തുടക്കത്തിൽ അനുഭവപ്പെടുന്ന മാനസിക സമ്മർദ്ദങ്ങളും അസ്വസ്ഥതകളും നിങ്ങളെ തളർത്താനുള്ളതല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ അവസരങ്ങൾക്ക് നിങ്ങളെ പ്രാപ്തമാക്കാനുള്ള ഒരു പരിശീലനം മാത്രമായി നിങ്ങൾ അതിനെ കണ്ടാൽ മതി. ജോലിയിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങൾക്കും ഒരു ജീവൻ വയ്ക്കുന്ന സമയമായിരിക്കും മാസത്തിന്റെ 2ാം പകുതി എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.